ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ BHSC 108 സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. യൂണിറ്റ് 1 സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഇതിൽ നോക്കുന്നത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രമാണ്. അതിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു 30 ഇയേഴ്സ് വാർ, അതേപോലെ പിന്നെ ഡിക്ലൈൻ ഓഫ് മെഡിറ്ററേനിയൻ കൺട്രീസ്, അതായത് സ്പെയിന്റെയും ഇറ്റലിയുടെയും. ഈ 3 കാര്യങ്ങൾ മാത്രം ചെറിയൊരു ഭാഗം കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കും. അപ്പം വെൽക്കം ടു സെക്ഷൻ. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് എന്താണ് 30 ഇയേഴ്സ് വാർ എന്നാണ്. അപ്പൊ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു 30 വർഷം നീണ്ടു നിന്ന യൂറോപ്പിലെ ഒരു യുദ്ധമാണ് 30 ഇയേഴ്സ് വാർ. ആ വർഷം 1618 മുതൽ 1648 വരെയാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കണം. അപ്പൊ ഇതിന്റെ കോസസ് ആയിട്ട് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ കാരണമായിട്ട് പറയുന്നതിന് മുന്നേ ആദ്യം ഹിസ്റ്റോറിയൻസ് ഈ യുദ്ധത്തെ നോക്കി കണ്ടിരുന്നത് ഒരു നമ്മുടെ ലോക ചരിത്രത്തിൽ നടന്ന അവസാനത്തെ ഒരു റിലീജിയസ് കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് അവർ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന് കത്തോലിക്കുകളും പ്രൊട്ടസ്റ്റൻസും തമ്മിലുള്ള റിലീജിയസ് കോൺഫ്ലിക്റ്റ്, അവസാനത്തെ റിലീജിയസ് കോൺഫ്ലിക്റ്റ് എന്നല്ല, കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻസും തമ്മിൽ അവസാനമായിട്ട് ഏറ്റുമുട്ടിയത് 30 ഇയേഴ്സ് വാറിൽ ആണ് എന്നാണ് ഇവര് ആദ്യം ഹിസ്റ്റോറിയൻസ് വിശ്വസിച്ചിരുന്നത്. പിന്നീടാണ് ബൊഹീമിയൻ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈപ്പോത്തീസിസ് വരുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൊഹീമിയ എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മനിയിലെ ഒരു സ്ഥലത്ത്, എ പാർട്ട് ഓഫ് ദ ഹോളി റോമൻ എംപയറിന്റെ ഭാഗമായിരുന്ന ജർമ്മനിയിലുള്ള ഒരു സ്ഥലമാണ് ബൊഹീമിയ. ഈ ബൊഹീമിയയില് അവരെന്തിനു പ്രശസ്തമായിരുന്നു? അവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസിന്, അവരുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രത്യേക സ്ഥിതിക്ക് വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഈ ബൊഹീമിയയില് അവരുടെ ടെക്സ്റ്റൈൽസ്, അതേപോലെ ഗ്ലാസ് വെയർ, മൈനിങ് തുടങ്ങിയ സാധനങ്ങൾ വളരെയധികം പ്രസിദ്ധമായി നിൽക്കുന്ന ഈ സമയത്ത് അവിടെ റിലീജിയസ് ടെൻഷൻസ് ഉണ്ടാവുകയാണ്. മാർട്ടിൻ ലൂതറിന്റെ പ്രൊട്ടസ്റ്റന്റ് റവല്യൂഷനും അതേപോലുള്ള മറ്റ് കാര്യങ്ങൾക്ക് ഭാഗമായിട്ട് അവിടെ നിന്ന് ആരംഭിച്ച ഒരു റിലീജിയസ് ടെൻഷൻ, ആ ഒരു പ്രശ്നമാണ് 30 ഇയേഴ്സ് വാറിലേക്ക് പിന്നീട് നയിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ മൂന്നാമത്തെ ഒരു ഇതാണ് എക്സ്റ്റേണൽ ഇൻവോൾവ്മെന്റ്. ഫോറിൻ പവേഴ്സ് ആയിട്ടുള്ള, അതായത് സ്പെയിനും ഫ്രാൻസും, അവര് ഇടപെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണിത്. അതായത് ആദ്യം ഇതിനെ കണ്ടിരുന്നത് ഒരു റിലീജിയസ് വാർ ആയിട്ടാണ്, പിന്നീട് മനസ്സിലായി അതൊരു ബൊഹീമിയൻ കോൺഫ്ലിക്റ്റ് ആയിരുന്നെന്ന്. ഈ ബൊഹീമിയൻ കോൺഫ്ലിക്റ്റില് വിദേശ ശക്തികൾ ഇടപെട്ടതിന്റെ മൂലമാണ് പിന്നീട് അത് കൂടുതൽ വഷളാകുവാൻ കാരണമായത് എന്നുകൂടി നമ്മൾ ഓർത്തു വെക്കണം. ആ വിദേശ ശക്തികൾ ആരൊക്കെയാണ്? ഒന്ന് സ്പെയിനും മറ്റൊന്ന് ഫ്രാൻസുമാണ്. അപ്പൊ ഈ ഒരു യുദ്ധത്തെ പല രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല രീതിയിൽ ചരിത്രകാരന്മാര് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിന്റെ റിലീജിയസ് വാർ ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻസും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു മതസ്പർദ്ധ കൊണ്ടുണ്ടായ യുദ്ധമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ ഇത് ഡൈനാസ്റ്റിക് കോൺഫ്ലിക്റ്റ് ആണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്പെയിനും ഫ്രാൻസും ഇടപെട്ടു. അതുകൊണ്ട് ഇത് സ്പെയിനും ഫ്രാൻസും തമ്മിലുണ്ടായ ഒരു റൈവൽറിയുടെ ഭാഗമായിട്ടുണ്ടായ യുദ്ധമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇതിന് ജർമ്മൻ കേന്ദ്രീകരിച്ചുള്ള ആളുകൾ പറയുന്നത് എന്താണ്? CB വെഡ്ജ്വുഡിനെ പോലുള്ള ആളുകൾ പറയുന്നത് ഇന്റേണൽ റിവോൾട്ട് വിത്തിൻ ദ ഹോളി റോമൻ എംപയർ അഗെയിൻസ്റ്റ് ദ ഹാബ്സ്ബർഗ് റൂൾ ആസ് ദ പ്രൈമറി കോഴ്സ്. അവർ പറയുന്നത് ഈ റോമൻ സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഇന്റേണൽ ആയിട്ടുള്ള റിവോൾട്ടുകൾ, അതും ഹാബ്സ്ബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ രാജാവിനെതിരായിട്ടുള്ള ഇന്റേണൽ റിവോൾട്ടുകളാണ് ഈ യുദ്ധത്തിന്റെ അടിസ്ഥാന കാരണം എന്നാണ് ജർമ്മൻ സെൻട്രിക് ആയിട്ടുള്ള വ്യൂ. നാലാമതായിട്ട് നമ്മൾ പറയുന്ന ഒരു വ്യൂ ഇതിന്റെ എക്കണോമിക്കലും പൊളിറ്റിക്കലും ആയിട്ടുള്ള റൂട്ട്സ് എങ്ങനെയാണ് എന്നാണ്. അപ്പോൾ ഇതിന്റെ എക്കണോമിക് പൊളിറ്റിക്കൽ റൂട്ട്സ് എങ്ങനെയാണ്? JV പൊളിൻസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിന്തകൻ പറയുന്നത് എംഫസൈസ് ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റൂട്ട്സ് ഓഫ് ദ കോൺഫ്ലിക്റ്റ് പാർട്ടിക്കുലർ ഇൻ ബൊഹീമിയ. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ യുദ്ധത്തിന് ആഴത്തിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക മാനങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ബൊഹീമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്തെ, ആ പ്രദേശത്തിന് കിട്ടാൻ സാധ്യതയുള്ള സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടായ ഒരു യുദ്ധമാണിത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് 30 ഇയേഴ്സ് വാറിനെ പറ്റിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ. അപ്പം ഒരു 30 വർഷം നീണ്ടു നിന്ന ഒരു യുദ്ധമാണ്, യൂറോപ്പിൽ നടന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തില് ഫ്രാൻസും സ്പെയിനും ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിന്നുകാണ്ട് ഈ യുദ്ധത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ വിഷയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇത് ജർമ്മനിയിലെ ബൊഹീമിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഇത് ഉത്ഭവിച്ചത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട്
ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഇതിന്റെ കോഴ്സ് ഓഫ് വാർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എല്ലാ യുദ്ധങ്ങളിലും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കോഴ്സ് ഓഫ് വാർ തന്നെയാണ് ഇതിലും പറയാൻ വരിക. വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് വാർസ് ഇൻ ദ യൂറോപ്യൻ ഹിസ്റ്ററി. യൂറോപ്പിന്റെ ചരിത്രത്തിലെ വളരെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നത്. ഇൻവോൾവിംഗ് കണ്ടിന്യൂസ് ഷിഫ്റ്റിംഗ് ഓഫ് ബാറ്റിൽ ഫീൽഡ്സ് ആൻഡ് ന്യൂ ഫോംസ് ഓഫ് വാർഫെയർ റിലൈങ് ഓൺ ഫയർ പവർ. അതായത് ഇത് വ്യത്യസ്തമായിട്ട് ഇന്നിപ്പം ഇത് നടക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ നാളെ വേറെ സ്ഥലത്തായിരിക്കും. അങ്ങനെ ബാറ്റിൽ ഫീൽഡുകൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. അതേപോലെ ഫയർ പവറിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ആർട്ടിലറി, അതായത് തോക്ക്, മറ്റേ കുന്തും വാളും മാറി നിന്നുകൊണ്ട് ഇനി എങ്ങനെയാണ് ആ പീരങ്കികളും അതേപോലെ ഗൺ പൗഡർ തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വാർഫെയറിന്റെ തുടക്കവും ഇവിടെ മുതലാണെന്ന് നമുക്ക് പറയാം. ഇനി ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ, അതാണ് ഈ 30 Years വാർ അവസാനിക്കുന്നത്. 1648 നടന്ന ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയയിലാണ്. അത് 30 Years വാർ ഈ ഇതിനോട് കൂടിയിട്ട് അവസാനിക്കുകയാണ്. അങ്ങനെ സെൻട്രൽ യൂറോപ്പിലെ മൊത്തം രാഷ്ട്രീയത്തെ ഇത് എഫക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന് ശേഷം എന്ത് സംഭവിക്കുകയാണ്? കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റും തമ്മിൽ ഒരു ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കുകയാണ്. പിന്നീട് അവർ തമ്മിൽ എന്തുണ്ടായിട്ടില്ല? കാര്യമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഒന്നും ഉണ്ടായിട്ടില്ല. കാൽവിനിസ്റ്റുകൾ ആരാണെന്ന് അറിയാമല്ലോ. അത് നമ്മുടെ ഈ റിഫോം മൂവ്മെന്റുകൾക്ക് എതിരായിട്ട് വന്നിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന് എതിരായിട്ട് ഇവരകത്ത് നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് കാൽവിനിസ്റ്റുകൾ. അപ്പൊ ഈ കാൽവിനിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവര് were granted religious toleration and seized church properties were returned to Protestants. അപ്പൊ ഈ കാൽവിനിസ്റ്റുകളും പ്രൊട്ടസ്റ്റന്റുകളും രണ്ടാളുകള് രണ്ട് സ്ഥലത്തായിരുന്നു. പ്രൊട്ടസ്റ്റന്റ്സ് റിഫോർമേഷന്റെ ഭാഗത്ത് നിൽക്കുകയും, അതായത് മൊത്തം നമ്മൾ ഇത് പറയുമ്പോൾ റിനൈസൻസിന്റെ ആ ഭാഗം കൂടി പറഞ്ഞാൽ ഈ ഒരു ഭാഗം ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്ന് ആ ഹിസ്റ്ററി പറയുന്നുണ്ട്. അതായത് അറിയുന്നവര് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. റിഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിനൈസൻസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മളെ 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിഫോർമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഈ റിഫോർമേഷൻ അഥവാ നവോത്ഥാനം, ഈ റിനൈസൻസ് അഥവാ നവോത്ഥാനം, ഈ റിനൈസൻസിന്റെ ശേഷം അതിന്റെ ഭാഗമായിട്ട് ഈ ചർച്ചിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുണ്ടാവുന്ന ഒരു മൂവ്മെന്റ് ആണ് റിഫോർമേഷൻ. അതായത് ക്രിസ്ത്യൻ ചർച്ചുകളെ പണക്കൊതിയന്മാരായി മാറുകയാണ്. അവര് പണത്തിന് വേണ്ടി മതഗ്രന്ഥങ്ങൾ പറയാത്ത കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ജർമ്മനിയിൽ തുടക്കം കുറിച്ചൊരു പ്രസ്ഥാനമാണ് റിഫോർമേഷൻ. ഈ റിഫോർമേഷൻ വന്നു കഴിഞ്ഞപ്പോൾ വലിയ രീതിയിൽ എന്തുണ്ടാവാൻ തുടങ്ങി? ഈ ആളുകൾ ഈ റിഫോർമേഷന്റെ കൂടെ പോവുകയും ചർച്ചിന്റെ ഒരു അതോറിറ്റി കുറഞ്ഞു വരാനും തുടങ്ങി. ഈ സാഹചര്യത്തിൽ വിത്തിൻ ദ ചർച്ച് റിഫോർമേഷൻ നടത്താൻ വേണ്ടി, അതായത് നിങ്ങൾ പുറത്തു നിന്ന് ഞങ്ങൾ നന്നാക്കണം, ഞങ്ങൾ അകത്ത് നിന്ന് നന്നായിക്കോളാം എന്ന് പറഞ്ഞാണ്ട് കൗണ്ടർ റിഫോർമേഷൻ മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ട്. അതിന്റെ മെയിൻ ആളുകളാണ് കാൽവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് നമ്മൾ കാൽവിനിസ്റ്റ് ഫോളോവേഴ്സ് എന്ന് പറയും. ഈ റിഫോർമേഷന്റെ ഭാഗത്ത് നിന്ന ആളുകൾ നമ്മൾ പ്രൊട്ടസ്റ്റന്റ്സ് എന്നും പറയും. അപ്പൊ പ്രൊട്ടസ്റ്റന്റ്സും കത്തോലിക്സും എന്ന് പറഞ്ഞത് ഈ രണ്ടാളുകളാണ്. അങ്ങനെ ഈ കാൽവിനിസ്റ്റുകളെ ഇവർ തമ്മിലുണ്ടായ ഒരു വാറാണ് ശരിക്കും ഈ 30 Years വാർ എന്ന് പറയുന്നത്. പിന്നീട് അതിന് പല രീതിയിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക മാനങ്ങൾ വന്നു ചേർന്നു എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിലീജിയസ് കാൽവിനിസ്റ്റുകൾ എന്ത് ചെയ്തു? ഇവര് കീഴടക്കി, അല്ലെങ്കിൽ ഇവര് പ്രൊട്ടസ്റ്റന്റ്സിന്റെ ഭാഗത്ത് നിന്ന് കീഴടക്കിയ ചർച്ചുകളും ചർച്ച് പ്രോപ്പർട്ടികളും അവർക്ക് തിരിച്ചു കൊടുത്തു. ഇനി ടെറിട്ടോറിയൽ പൊളിറ്റിക്കൽ ഷിഫ്റ്റ്, പ്രധാനപ്പെട്ട ടെറിട്ടോറിയലും പൊളിറ്റിക്കലുമായ ഷിഫ്റ്റുകൾ എന്തൊക്കെയാണെന്നാണ്. ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ ഹോളി റോമൻ എംപയർ. എന്താണ്? റോമൻ എംപയർ ഡിസിൻറ്റഗ്രേറ്റ് ആയി. റൈസ് ഓഫ് ലാർജ് ജർമ്മൻ സ്റ്റേറ്റ്. അപ്പൊ ഇതിന്റെ ബാക്കി മാത്രമായിട്ട് വന്നിട്ടുള്ള പിന്നെ പുതിയ ജർമ്മൻ സ്റ്റേറ്റുകൾ വന്നു. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എമർജൻസ് ഓഫ് നോർത്തേൺ ജർമ്മനി ആസ് എ മിലിറ്ററി കൗണ്ടർ ബാലൻസ് ടു ഓസ്ട്രിയനോട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ട് നോർത്തേൺ ജർമ്മനി മാറി എന്നാണ് അതിന്റെ മൂന്നാമത്തെ പോയിന്റ്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട അതിന്റെ ഇമ്പാക്റ്റുകൾ. ഈ ജർമ്മനിയിൽ മാത്രം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകൾ, പെർട്ടിക്കുലർലി ജർമ്മനിയിൽ ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് ആണ്. ഒന്നെന്താണ്? ഡിസാസ്ട്രസ് വാർ സ്കൂൾ ആർഗ്യൂസ് ദ വാർ ഹാഡ് ഡിവാസ്റ്റിംഗ് കോൺസിക്വൻസ് മേക്കിംഗ് ദ ഡിക്ലൈൻ ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ നാശത്തിലേക്കാണ് നയിച്ചത്. എല്ലാ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കാര്യമാണ്, സാമ്പത്തികമായിട്ട് അവർക്ക് വലിയ ആഘാതം ഉണ്ടാവും, ആ രാജ്യം കൂപ്പുകുത്തും. ദെൻ റിവിഷനിസ്റ്റ് സ്കൂളുകൾ പറയുന്ന രണ്ട് രീതിയിലുള്ള വ്യൂ ആണ് സോഷ്യോ എക്കണോമിക്കിൽ. റിവിഷനിസ്റ്റുകൾ പറയുന്നത് എന്താണ്? കണ്ടൻസ് ദാറ്റ് ദ വാർസ് ഇമ്പാക്ട് വാസ് എക്സാജറേറ്റഡ് ആൻഡ് ദ ജർമ്മനീസ് ഡിക്ലൈൻ സ്റ്റാർട്ടഡ് മച്ച് ഏർലിയർ, നോട്ട് സോൺലി ഡ്യൂ ടു ദ വാർ. അപ്പം
ഡിസാസ്റ്റർ വാർ സ്കൂൾ പറയുന്നത് വെച്ചാൽ ഈ യുദ്ധം കാരണമാണ് ജർമ്മനി തകരാൻ തുടങ്ങിയത്. പക്ഷെ റിവിഷനിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ജർമ്മനിയുടെ ഡിക്ലൈൻ വളരെയധികം എക്സാജറേറ്റഡ് ആണ്. നിങ്ങൾ ഈ യുദ്ധത്തിന് ഇമ്പാക്ടിനെ നിങ്ങൾ വളരെയധികം എക്സാജറേറ്റ് ചെയ്താണ്. ശരിക്കും ഇങ്ങനെയൊന്നുമില്ല. ഇത് കുറെ കാലങ്ങൾക്ക് മുന്നേ തന്നെ ജർമ്മനി ഡിക്ലൈൻ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വാർ വന്നപ്പോൾ കൂടുതലായി എന്നുള്ളതാണ് ഇതിന്റെ മുകളിൽ ഡിബേറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഈ 30 years വാർ മാറിയിട്ട് നമ്മൾ മെഡിറ്ററേനിയൻ കൺട്രീസും അവിടെ ഉണ്ടായിരുന്നുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അപ്പൊ കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്ന 2 രാജ്യങ്ങളുടെ ഡിക്ലൈൻ നടക്കണം. അപ്പൊ ക്രൈസിസ് ആണല്ലോ. അപ്പൊ 2 രാജ്യങ്ങളുടെ ഡിക്ലൈനുകളാണ് നമ്മൾ പറയുന്നത്. മെഡിറ്ററേനിയൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ സീയുടെ വശങ്ങളിലുള്ള രാജ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതൊന്ന് സ്പെയിനാണ്, മറ്റൊന്ന് ഇറ്റലിയാണ്. അപ്പൊ സ്പെയിനിന്റെ ഡിക്ലൈൻ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സ്പെയിൻ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് എംപയർ ആയിരുന്നു. സ്പെയിൻ ഹെൽഡ് എ പവർഫുൾ എംപയർ ഇൻക്ലൂഡിംഗ് കൊളോണീസ് അക്രോസ് അറ്റ്ലാന്റിക് ആൻഡ് യൂറോപ്യൻ ടെറിട്ടറീസ് അണ്ടർ ദ ഹാബ്സ്ബർഗ് ഡൈനാസ്റ്റി. അപ്പോൾ സ്പെയിൻ ഭരിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് ഹാബ്സ്ബർഗ്. അപ്പോ ഇവർക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് സ്പെയിൻ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എംപയർ ആയിരുന്നു. അവര് അറ്റ്ലാന്റിക് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന് എതിരുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിലേക്ക് അവർക്ക് കോളനികൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു അവർക്ക് കാര്യമായിട്ടുള്ള സിൽവറും ഗോൾഡും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ മറ്റ് യൂറോപ്യൻ ടെറിട്ടറീസിലും അവർക്ക് എന്തുണ്ടായിരുന്നു, അവർക്ക് ഹോൾഡ് ഉണ്ടായിരുന്നു. ഹാബ്സ്ബർഗ് എന്ന് പറഞ്ഞ രാജാവിന്റെ കീഴിലുള്ള സ്ഥലങ്ങൾ ഇവർ കീഴടക്കിയിരുന്നു. അതാണ് നെതർലാൻഡ്സ്, ഓസ്ട്രിയ, പാർട്സ് ജർമ്മനി, ഇറ്റലി. നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു ഫോൾട്ട് വന്നാണ്. ദെൻ പിനാക്കിൾ ഇൻ 16th century. സ്പെയിൻ സീംഡ് അറ്റ് ഇറ്റ്സ് ഹൈറ്റ് ഇൻ ദ 1500s but began to decline in 1600s, becoming a second rate power. അപ്പോ സ്പെയിനിന് അതിന്റെ പീക്ക് എത്തുന്നത് 1500-കളിലാണ്. പക്ഷെ 1600-കളാകുമ്പോൾ തന്നെ അത് മെല്ലെ ഒന്ന് സ്പെയിൻ എന്താവാൻ തുടങ്ങി, അതിന്റെ ശക്തി ക്ഷയിച്ച് വരാൻ തുടങ്ങി. ഈ സ്പെയിനിന്റെ ഡിക്ലൈനുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് ഡിബേറ്റുകളുണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത് തന്നെ കണ്ടന്റിനെക്കാട്ടും ഉപരി പല ഹിസ്റ്റോറിയൻസ് പല രീതിയിലാണ് ഓരോ വിഷയങ്ങളെ സമീപിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്നിട്ട് അതിൽ ആപ്റ്റ് ആയത് ഏതാണെന്ന് നിങ്ങൾ സ്വയം ഇന്റർപ്രിറ്റ് ചെയ്യാം. അപ്പൊ അതില് സ്പെയിനിഷ് ഡിക്ലൈനിലെ ഡിബേറ്റ്സ് പറയുന്നത് എന്താണ്? ഒന്ന് ടൈമിംഗ് ആണ്. ഇതിന്റെ ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ ഡിബേറ്റുകൾ. ഒന്നെന്താണ്, ഹിസ്റ്റോറിയൻസ് പറഞ്ഞത് ഈ ഡിക്ലൈൻ കുറെ കാലങ്ങൾക്ക് മുൻപ്, അതായത് 1550-കളിൽ തുടങ്ങിയിട്ടുണ്ട്. 1640-കളിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതിന്റെ ഒരു പൂർണ്ണ സ്വഭാവത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ചില ആളുകൾ പറഞ്ഞത് അത് 1620-കളിലാണ് തുടങ്ങിയത്. ചില ആളുകൾ പറഞ്ഞു 1598-ന് ശേഷമാണ് ഈ ഡിക്ലൈൻ തുടങ്ങിയത്. അപ്പൊ ഡിക്ലൈനിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഇതിന് നാച്ചുറൽ സംബന്ധിച്ചുള്ള ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഈ J.H. Elliot എന്ന് പറഞ്ഞിട്ടുള്ള ആള് പറഞ്ഞിട്ടുണ്ട്, സ്പെയിനിന്റെ ഡിക്ലൈൻ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് എന്താണ്, മച്ച് ഓഫ് യൂറോപ്പ് ഫേസ്ഡ് സിമിലർ എക്കണോമിക് ആൻഡ് ഡെമോഗ്രാഫിക് ഇഷ്യൂസ്. ഒരുവിധം യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും ആ കാലഘട്ടത്തിൽ ഇതേപോലുള്ള സമാനമായിട്ടുള്ള സാമ്പത്തികമായിട്ടും ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പറഞ്ഞത്, ഹി ഓൾസോ ആർഗ്യൂസ് ദാറ്റ് സ്പെയിൻസ് ഡിക്ലൈൻ വാസ് ഇൻ എ ഡ്രാമാറ്റിക് ആസ് ഇറ്റ് റിമെയിൻഡ് എ മേജർ മിലിറ്ററി പവർ. അപ്പൊ അതൊരു സ്പെയിൻ ഒറ്റയടിക്ക് തകർന്ന് തരിപ്പണായി പോയതെന്നല്ല, അവർ പിന്നെയും വലിയൊരു സൈനിക ശക്തിയായിട്ട് തന്നെ അവിടെ തുടർന്നിരുന്നു. ഇതായിരുന്നു J.H. Elliot പറഞ്ഞത്. ഇനി ഡിക്ലൈൻ തീസിനെ റിജക്ട് ചെയ്യുന്ന മറ്റൊരാളാണ് ഹെൻറി കാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിയൻ, അതേപോലെ കാർലോ എം കിപ്പോള എന്ന് പറഞ്ഞിട്ടുള്ള ആള്. അവർ പറയുന്നത് വെച്ചാൽ സ്പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സ്പെയിൻ തന്റെ ചരിത്രത്തിൽ ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഫുള്ളി ഡെവലപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഫുള്ളി ഡിക്ലൈൻ ആയിട്ടില്ല. അവരൊരു മീഡിയം ലെവലിലാണ് പോയിട്ടുള്ളത്. ഇടയ്ക്ക് കയറും കുറയും ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് അവരൊരു വലിയ സാമ്പത്തികത്തിലായിട്ടും ശക്തി ആയിട്ടുമില്ല, അവര് തകർന്നിട്ടുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തകർന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണമല്ലോ. അങ്ങനെ ഉണ്ടാവാനൊന്നും, തകരാൻ മാത്രം ഒന്നും സ്പെയിൻ ഇല്ലായിരുന്നു എന്നാണ് ഇതിന്റെ ഡിക്ലൈൻ തീസിസ് പറയുന്നത്. ഇതിന്റെ ഡിക്ലൈനിന്റെ കോസസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യം ഒന്ന് സിൽവർ ഡിപ്പെൻഡൻസി ആണ്. L.J. Hamilton അപ്പം ഇതിന്റെ ഡിക്ലൈന്റെ കോസസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിലൊന്ന് സിൽവർ ഡിപ്പെൻഡൻസി ആണ്. സിൽവർ ഡിപ്പെൻഡൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് L.J. ഹാമിൽട്ടന്റെ ഒരു തീസിസ് ആണ്. അതിൽ ആദ്യത്തെ കാര്യം വരുന്നത്, സ്പെയിന്റെ വെൽത്ത് കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ന്യൂ വേൾഡ് സിൽവർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സിൽവറിൽ നിന്നാണ്. കാര്യം അവിടെ സ്പെയിനിന് ഒരുപാട് സിൽവറിന് ആക്സസ് ഉണ്ടായിരുന്നു. നമുക്ക് സിൽവർ മെയിൻ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയ സമയത്ത് അവരുടെ മെയിൻ വെൽത്ത് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഈ സിൽവർ ഹോൾഡിങ്ങിലായിരുന്നു.
ബട്ട് ആസ് ദ സിൽവർ സപ്ലൈ ഡിക്രീസ്ഡ് ഇൻ ദ 1620s, 1620 കൂടിയിട്ട് ഈ സിൽവർ സപ്ലൈ കുറയാൻ തുടങ്ങിയ സമയത്ത് ഈ എക്കോണമി തകരാൻ തുടങ്ങി. ദ ഇൻഫ്ലക്സ് ഓഫ് ദ ബുള്ളിയൻ ക്രിയേറ്റേഴ്സ് ആൻഡ് ഇല്യൂഷൻ ഓഫ് പ്രോസ്പെരിറ്റി. അപ്പൊ അതേപോലെ ഈ ബുള്ളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റു മെറ്റലുകള്, അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലക്സ് എന്ത് ചെയ്തു, ഒരു പ്രോസ്പെരിറ്റിന്റെ ഇതായിട്ട് കാണിച്ചിരുന്നു. ഫണ്ടിങ് വാസ് ലാവിഷ് സ്പെൻഡിങ് ആൻഡ് ദ ബ്യൂറോക്രസി ബട്ട് അൾട്ടിമേറ്റ് ലെഡ് ടു എക്കണോമിക്സ്. അപ്പൊ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ ബുള്ളിയൻ എന്ന് പറഞ്ഞാൽ സിൽവർ, ഗോൾഡ് അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അത് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഇവരൊരു പ്രോസ്പെരിറ്റിന്റെ ഇല്യൂഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഇത് കുറെ യുദ്ധത്തിൽ കൊണ്ടുപോയി ചെലവാക്കി, കുറെ ലാവിഷ് ആയിട്ട് സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഇവർ സ്പെൻഡ് ചെയ്ത വഴി ഇവര് ഒരു എക്കണോമിക് കൊളാപ്സിലേക്ക് പോയി എന്നാണ് പറയുന്നത്. രണ്ടാമത് തിയറി പറയുന്നത് ഡാനിസ് ഓഫ് ലൈന്റെ വ്യൂ ആണ്. അദ്ദേഹം പറയുന്നത് മൈനിങ് പ്രോഫിറ്റുകൾ, അതായത് കുഴിച്ചെടുക്കുന്ന പ്രോഫിറ്റുകൾ, നോട്ട് ദ വോളിയം ഓഫ് സിൽവർ ഫിനാൻസ് ദ എംപയർ. അപ്പൊ അതാണ് ഈ മൈനിങ്ങിന്റെ പ്രോഫിറ്റുകളാണ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ മൈനിങ്ങിന്റെ കോസ്റ്റ് കൂടിയപ്പോ 1620 കൂടിയിട്ട് ഇത് ഡിക്ലൈൻ ആവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇതിന്റെ സാമൂഹികമായിട്ടുള്ള ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയിക്കാം. ഒന്ന്, സ്പെയിൻ ലാക്ക്ഡ് ദ സ്ട്രോങ് മിഡിൽ ക്ലാസ് ഡെസ്പൈറ്റ് ഇറ്റ്സ് വാസ്റ്റ് എംപയർ. അപ്പൊ സ്പെയിനിൽ എന്തുണ്ടായിരുന്നില്ല, ഒരു സ്ട്രോങ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇതിന്റെ രാജാവിന്റെയും അല്ലെങ്കിൽ അവിടെ അതോറിറ്റിന്റെയും സാധാരണ ഒരു ആളുടെ അടുത്ത് ഒരു നടുക്ക് നിൽക്കുന്ന ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മിഡിൽ മാൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ദി ഇൻഫ്ലക്സ് ഓഫ് വെൽത്ത് വാസ് ഇൻ യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഇപ്പൊ ഇവർക്ക് ഉണ്ടായിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ 1500-കളിൽ ഇവർക്ക് ഉണ്ടായിരുന്ന ഒരു എക്കണോമിക് പ്രോസ്പെരിറ്റി ഇവർ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്തത്. ഇവരെന്തിനാണ് യൂസ് ചെയ്തത്? ആൻഡ് ദ സ്പെയിൻസ് എലൈറ്റ് ഹാഡ് എ ഡിസ്ഡെയിൻ ഓഫ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. അങ്ങനെ സ്പെയിന്റെ എലൈറ്റുകൾക്ക് ഒരു കാര്യപ്പെട്ട ഒരു തലയൊന്നും ട്രേഡിലും ഇൻഡസ്ട്രിയിലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട്, ഇംഗ്ലീഷുകാരെ പോലെ മാർക്കറ്റിനെ പറ്റിയിട്ടും എങ്ങനെ ട്രേഡ് നടത്തണം എന്നുള്ളതിനെ പറ്റിയൊന്നും വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവര് വലിയൊരു പരാജയത്തിലേക്കാണ്, ഈ സാമ്പത്തികമായിട്ട് വലിയൊരു പരാജയത്തിലേക്കാണ് സ്പെയിൻ പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന്റെ അഗ്രികൾച്ചർ നെഗ്ലക്ട്, അതായത് കൃഷിയെ അവഗണിച്ചതും. സ്പെയിനിന്റെ സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീപ്പ് ഫാർമിങ്ങിനും അതേപോലെ ക്രോപ്പ് കൾട്ടിവേഷനും കാട്ടും കൂടുതൽ ഷീപ്പ് ഫാർമിങ്ങിന്, അതായത് ആടിനെ മേയ്ക്കുന്നതിന് ഇത് ഫേവർ ചെയ്യുന്നതായിരുന്നു. അപ്പൊ ഇത് എസെൻഷ്യൽ ആയിട്ടുള്ള, അവർക്ക് ഫുഡിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡിന്റെ ഷോർട്ടേജ് ഉണ്ടാവാൻ കാരണമായി. അപ്പൊ കൃഷിക്ക് പകരം മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോയപ്പോൾ ഫുഡ് ഇല്ലാത്ത അവസ്ഥയായി. അതേപോലെ ഇനി നാലാമത്തെ പോയിന്റ് ഇൻഡസ്ട്രി ഡിക്ലൈൻ. അപ്പം 4 പോയിന്റുകളാണ്. ഒന്ന് സിൽവർ ഡിക്ലൈൻ, പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ്, മൂന്നാമത് അഗ്രികൾച്ചർ നെഗ്ലക്ട്, 4 ഇൻഡസ്ട്രി ഡിക്ലൈൻ. ഇതാണ് സ്പെയിനിന്റെ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം. ഇൻഡസ്ട്രി ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാം. ഒന്നെന്താണ്, സ്പെയിനിന്റെ വോളിൻ ഇൻഡസ്ട്രിയും അതേപോലെ ഷിപ്പ് ബിൽഡിങ്, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വ്യാവസായിക കാര്യങ്ങൾ. അത് രണ്ടും തകർന്നു പോയി, ഡിക്ലൈൻ ആയി. അത് ഇവർക്ക് ഒരിക്കലും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും സ്വീഡനായിട്ടുള്ള കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതേപോലെ പേപ്പർ, ലെതർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറിയ ഗ്രോത്ത് കണ്ടിരുന്നെങ്കിൽ ഓവറോൾ സ്പെയിനിന്റെ എക്കോണമി ആ ഒരു സമയത്തേക്ക് തകർന്നു. അവർക്ക് മിലിറ്ററി എക്സ്പെൻഡിച്ചർ കൂടിക്കഴിഞ്ഞപ്പോൾ 30 ഇയർ വാറിൽ സ്പെയിൻ ഉണ്ട്, ഇവർ അവിടെ പോയി കണ്ട് അനാവശ്യമായിട്ട് പണം ഇട്ടത് കൊണ്ട് വാറിലിടുന്ന പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാണ് ശരിക്കും. ഒരു തരത്തിൽ അവർക്ക് തിരിച്ചിട്ടാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ അനാവശ്യമായിട്ട് വാർ സ്പെൻഡിങ് നടത്തിക്കൊണ്ട് ഇവര് നാശത്തിലേക്ക് പോവാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി ബ്രോഡർ യൂറോപ്യൻ കണ്ടക്സ്റ്റ് എന്താണ്? സ്പെയിനിന്റെ ഡിക്ലൈൻ ഒരു ലാർജർ കണ്ടക്സ്റ്റിലാണ്. ഡിക്ലൈൻ ഒക്യൂർഡ് വിത്തിൻ എ ലാർജർ കണ്ടക്സ്റ്റ് ഓഫ് എക്കണോമിക് സ്റ്റാഗ്നേഷൻ ആൻഡ് കോൺട്രാക്ഷൻ അക്രോസ് മച്ച് ഓഫ് 17th century യൂറോപ്പ്. അപ്പൊ സ്പെയിനിന്റെ ഡിക്ലൈൻ എന്ന് പറയുന്നത് എക്കണോമിക് സ്റ്റാഗ്നേഷൻ അതേപോലെ 17ാം നൂറ്റാണ്ടിലെ മൊത്തം യൂറോപ്പിൽ നടന്നിട്ടുള്ളതിന്റെ ഭാഗമായി തന്നെ നടന്നതാണ്. മേക്കിംഗ് ദ ക്രൈസിസ് എ വൈഡർ ഫിനോമിന റാദർ ദാൻ വൺ കൺഫൈൻഡ് ടു സ്പെയിൻ. അപ്പൊ സ്പെയിനിന് മാത്രം എഫക്ട് ചെയ്ത ഒരു ക്രൈസിസ് അല്ല ഇത്, മറ്റ് മെഡിറ്ററേനിയൻ രാജ്യങ്ങളെയും അതേപോലെ യൂറോപ്പിനെ ഒന്നാകെ തന്നെ എഫക്ട് ചെയ്ത പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ സ്പെയിനിന്റെ പറഞ്ഞു, ഇനി ഇറ്റാലിയൻ സിറ്റിന്റെ ഒരു നാശം എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇറ്റാലിയൻ സ്റ്റേറ്റുകളുടെ ഡിക്ലൈൻ എങ്ങനെയാണ് എന്ന്. അപ്പൊ അതിൽ ഡെമോഗ്രാഫിക് ഡിക്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ടേമിന് ഒരു വലിയ പ്രാധാന്യം. അതായത് ഡെമോഗ്രാഫി എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. പോപ്പുലേഷനെ ഡിനോട്ട് ചെയ്യാണ്. അപ്പൊ പോപ്പുലേഷനിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അപ്പോ അതിൽ പറയുന്നത് പോപ്പുലേഷനിൽ ഉണ്ടായിരുന്ന വ്യത്യാസങ്ങൾ, പോപ്പുലേഷന്റെ ട്രെൻഡിൽ വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റലി സോ എ സിഗ്നിഫിക്കന്റ് ഡെമോഗ്രാഫിക് ഡിക്ലൈൻ. അതായത് അവർക്കൊരു പോപ്പുലേഷന് വലിയൊരു ലോസ് ഉണ്ടായി, ഒരു ഡിക്ലൈൻ ഉണ്ടായി. അതും എവിടെയാണ്? അർബൻ സെന്റേഴ്സിൽ. അതിന്റെ കാരണം എന്തൊക്കെയാണ്? ഫെമൈന്, പ്ലേഗ്, അതേപോലെ പകർച്ചവ്യാധികൾ, എപ്പിഡമിക്കുകൾ, യുദ്ധങ്ങള്. അപ്പൊ യുദ്ധങ്ങൾ കൊണ്ട്, ഫെമൈൻ കൊണ്ട്, പ്ലാഗ് കൊണ്ടൊക്കെ അവിടെ ഒരു വലിയ രീതിയിലുള്ള പോപ്പുലേഷന്റെ ആളുടെ ജനസംഖ്യയിൽ വലിയൊരു ഇടിവ് രൂപപ്പെട്ടു. ഇനി അടുത്തത് എന്താണ്? ദിസ് ലെഡ് ടു ദ ക്രൈസിസ് ഇൻ ദ അർബൻ എക്കോണമി. ഇത് അർബൻ എക്കോണമിയിൽ ഒരു ക്രൈസിസ് ഉണ്ടാവാനുള്ള കാരണമായി.
അർബൻ എക്കോണമി ഫർദർ പുഷിംഗ് ഇറ്റാലിയൻ സ്റ്റേറ്റ് ടുവാർഡ് ഫ്യൂഡലിസം. അങ്ങനെ വീണ്ടും ഇറ്റാലിയൻ സ്റ്റേറ്റിനെ ഫ്യൂഡലിസത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലുള്ള ഒരു ഇതിലേക്ക് മാറി. ദെൻ ഇതിന്റെ റീജിയണൽ വേരിയേഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ഒന്ന്, സം സ്റ്റേറ്റ് ലൈക്ക് സാർഡിനിയ ആൻഡ് ജിനോയിയ എക്സ്പീരിയൻസ്ഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ദ ഏർലി 17th സെഞ്ചുറി. അപ്പം ഇതിന് ഒരുപാട് എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെയല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നത്, ചില റീജിയണൽ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അതായത് സർദീനിയ, അതേപോലെ ജിനുയ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോപ്പുലേഷന് ചെറിയൊരു ഗ്രോത്ത് ആണ് ഉണ്ടായത്. പക്ഷെ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ ഇതൊരു പോപ്പുലേഷൻ ഫോൾ ആണ് ഉണ്ടായത്. അപ്പൊ ഡെമോഗ്രാഫിക് ആയ ഡിക്ലൈൻ ആണ് ഒന്നാമത് നമ്മൾ പറഞ്ഞത്. ഇനി ഇറ്റാലിയൻ ഡിക്ലൈൻ ഒരു കോംപ്ലക്സിറ്റി എന്താണ്? അപ്പൊ ഇത് പല രീതിയിൽ പല സ്ഥലങ്ങളിൽ കെട്ടുപടഞ്ഞ് കിടക്കുകയാണ്. അത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഒന്ന്, ഫ്രാഗ്മെന്റഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആണ്. ഒന്ന്, സ്പെയിൻ പോലെ ഇറ്റലി എന്തല്ല ഒരു യൂണിഫൈഡ് സ്റ്റേറ്റിൽ. നമ്മൾ ഡിക്ലൈൻ ഓഫ് സ്പെയിൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ഡിക്ലൈൻ ഓഫ് ഇറ്റാലിയൻ സ്റ്റേറ്റ്സ് എന്നാണ്. അപ്പൊ എന്താണ്, ഒന്നിലധികം ഉണ്ട്. ഇറ്റലി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറ്റലി അല്ല. ബട്ട് എ കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് സിറ്റി സ്റ്റേറ്റ്സ്, അതായത് ഒരുപാട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സിറ്റി സ്റ്റേറ്റുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു അന്ന് ഇറ്റലി എന്ന് പറയുന്നത്. വെനീസ്, ഫ്ലോറൻസ്, മിലാൻ, നേപ്പിൾസ് ആൻഡ് ദ പേപ്പൽ സ്റ്റേറ്റ്സ്. അപ്പം യൂറോപ്യൻ ഫുട്ബോൾ കാണുന്ന ആളുകൾക്ക്, ഇറ്റാലിയൻ ലീഗ് കാണുന്ന ആളുകൾക്ക് ഈ പേരുകളൊക്കെ പരിചിതമായിരിക്കും. ഇത് ഇറ്റലിയിലുള്ള പ്രധാനപ്പെട്ട സിറ്റികളാണ്. അപ്പോ ഈ ഇതൊക്കെ മിലാൻ, നാപ്പിൾസ് ഒക്കെ കേട്ട് പരിചയം ഉണ്ടാവും. അപ്പൊ ഇവരെല്ലാവരും ഇതേപോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് സിറ്റി സ്റ്റേറ്റുകളായിരുന്നു. ഇവരുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഇറ്റലി. അപ്പൊ സ്പെയിൻ പോലെ ഒറ്റ ഒരു രാജ്യമല്ലായിരുന്നു. അതുപോലെ ഇവരുടെ എക്കണോമിക് സ്ട്രെങ്ത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഡെസ്പൈറ്റ് ലാക്ക് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഇറ്റാലിയൻ സ്റ്റേറ്റ്സ് ഹാഡ് സ്ട്രോങ് എക്കണോമി ബേസ്ഡ് മാനുഫാക്ചറിങ്. അപ്പോ നാച്ചുറൽ റിസോഴ്സുകളിൽ ലാക്ക് ആണെങ്കിൽ പോലും ഇറ്റാലിയൻ സ്റ്റേറ്റ്സിന് എന്തുണ്ടായിരുന്നു? അവരുടെ പവർ, സ്ട്രോങ് പോയിന്റ് എന്തായിരുന്നു? അവരുടെ എക്കണോമിക്സ് ബേസ്ഡ് ഓൺ മാനുഫാക്ചറിങ്, ട്രേഡ് ആൻഡ് അഡ്വാൻസ്ഡ് കൊമേഴ്സ്യൽ സിസ്റ്റം. അവരുടെ എക്കണോമിയാണ്. അത് എവിടുന്നാണ് വന്നിട്ടുള്ളത്? മാനുഫാക്ചറിങ്, ട്രേഡ്, അതേപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ സിസ്റ്റം, അതായത് ബാങ്കുകൾ, പാർട്ണർഷിപ്പുകൾ, പ്രോമിസറി നോട്ടുകൾ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ ഇതൊന്നായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി ട്രേഡും ഇൻഡസ്ട്രീന്റെയും ഒരു ഡിക്ലൈൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഒന്ന്, കോമ്പറ്റീഷൻ ആണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഒന്ന്, അവർ ഈ കോമ്പറ്റീറ്റീവിന്റെ സമയത്ത് ഇന്റർനാഷണൽ മാർക്കറ്റുകൾ 16ാം നൂറ്റാണ്ടിലാവുമ്പോൾ ഇവർ തകർന്നു പോവാണ്. ഇവരുടെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് ആരായിരുന്നു? ഇംഗ്ലീഷുകാർ, ഡച്ചുകാർ, അതേപോലെ ഫ്രഞ്ചുകാരായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ടെക്സ്റ്റൈൽസ് കുറഞ്ഞ പൈസയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇറ്റലിയുടെ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവരുടെ മെയിൻ ഇൻഡസ്ട്രിയിലുള്ള സാധനങ്ങൾക്ക് മറ്റൊരു വില കുറച്ച് കൊടുക്കാൻ തുടങ്ങി. ഇവരുടെ ട്രേഡ് തകർന്നു. അതേപോലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് പ്രകൃതി ദുരന്തങ്ങൾ. ഒന്ന്, വെനീസിൽ പ്ലാഗ് വരികയാണ്. വെനീസിലും മിലാനിലും. അത് വലിയ രീതിയിൽ പോപ്പുലേഷൻ കുറയും. പിന്നെ പ്ലാഗ് ഉണ്ടാകുമ്പോൾ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും നമ്മൾ അടച്ചിടും. അപ്പൊ ആ ഇൻഡസ്ട്രികൾ തകരും. ഹൗവർ ദ ഡിക്ലൈൻ വാസ് ഇൻ സോളിലി ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റി. അപ്പൊ നാച്ചുറൽ കലാമിറ്റി കൊണ്ട് മാത്രം ഉണ്ടായതല്ല, ഇറ്റാലിയൻ സ്റ്റേറ്റ്സിന് മറ്റു രീതിയിലുള്ള ഇന്റർനാഷണൽ ട്രേഡ് തകർന്നതും, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് എന്ത് പറയാം? നാച്ചുറൽ ഡിസാസ്റ്ററും അതേപോലെ കോമ്പറ്റീഷനിൽ ഇവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയാവുന്നതാണ് പ്രധാനപ്പെട്ട കാരണം. ഇനി ഒരു അഗ്രികൾച്ചർ ഡിക്ലൈൻ എന്താണെന്നാണ് നോക്കുന്നത്. അഗ്രികൾച്ചർ ഡിക്ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർത്തേൺ ഇറ്റലിയിൽ എങ്ങനെയാണ്, സദേൺ ഇറ്റലിയിൽ എങ്ങനെയാണ്, ടെക്നിക്കൽ സ്റ്റാഗ്നേഷൻ എന്തൊക്കെയാണ്, ഈ 3 പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നോർത്തേൺ ഇറ്റലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബൻ സെന്റേഴ്സ് ആയിട്ടുള്ള വിനീറ്റിയ, ലൊംബാർഡി, അതേപോലെ പിഡ്മോണ്ട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ അഗ്രികൾച്ചറില് റിലൈഡ് ഓൺ അഗ്രികൾച്ചർ ടു മീറ്റ് ഹൈ അർബൻ ഡിമാൻഡ് ഫോർ ഫുഡ്, സിൽക്ക് ആൻഡ് ഡൈ. അപ്പൊ ഈ സ്ഥലങ്ങള് വെനീറ്റിയ, ലൊംബാർഡി, പിഡോമോണ്ട് തുടങ്ങിയ സ്ഥലങ്ങള് കൃഷിയിലായിരുന്നു അവര് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അർബൻ സെന്ററുകളിൽ, നഗരങ്ങളിൽ ഉള്ള ഡിമാൻഡ്. എന്തിനുള്ള ഡിമാൻഡ്? ഭക്ഷണം, സിൽക്ക്, ഡൈ തുടങ്ങിയ സാധനങ്ങളിലെ അവരുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ റിലേ ചെയ്തിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു? ആ കൃഷിയിലായിരുന്നു. However, limited arable land, low yield and population pressures made this region depend on food imports. അതേസമയം ഇവരുടെ ലാൻഡിന്റെ ക്വാളിറ്റി കുറയുന്നത്, അതോട് തന്നെ വിള കുറയുന്നത്, അതിന്റെ കൂടെ വലിയ ജനസംഖ്യ കൂടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഫുഡ് ഇമ്പോർട്ടുകളിലേക്ക് ഡിപ്പെൻഡ് ആവേണ്ടി വന്നു. ഇനി സദേൺ ഇറ്റലിയിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? സദേൺ ഇറ്റലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ്ഡ് സർപ്ലസ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഫോർ എക്സ്പോർട്ട്. അവർ എക്സ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ള സർപ്ലസ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരുന്ന സ്ഥലമായിരുന്നു. പക്ഷെ 17ാം നൂറ്റാണ്ടെത്തുമ്പോഴത്തേക്കും ഇവരുടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യാണ്? താഴോട്ട് വരികയാണ്. അതിന്റെ കാരണം എന്താണ്? യുദ്ധങ്ങളായിരുന്നു, അതേപോലെ ഫെമൈനുകളായിരുന്നു, പ്ലാഗ് ആയിരുന്നു. ഈ 3 കാരണങ്ങൾ കൊണ്ട് അവിടെയും കുറഞ്ഞു തുടങ്ങി. ഇനി ഇതിന്റെ ടെക്നോളജിക്കൽ സ്റ്റാഗ്നേഷൻ എങ്ങനെയാ വരുന്നത് വെച്ചാൽ, ദർ വാസ് ലിറ്റിൽ അഡ്വാൻസ്മെന്റ് ഇൻ അഗ്രികൾച്ചർ ടെക്നോളജി എസ്പെഷ്യലി ഇൻ മൗണ്ടേനിയസ് റീജിയൻസ് വിത്ത് ലോ റെയിൻഫോൾ. അപ്പം
ഇവർക്ക് അഗ്രികൾച്ചറിന് പുതിയ ടെക്നോളജികളുടെ അഡ്വാൻസ്മെന്റ് ഒക്കെ ഇവർക്ക് കുറവായിരുന്നു. പ്രത്യേകിച്ചും മൗണ്ടൻ റീജിയൻസിൽ അവിടെ എന്താണ് റെയിൻഫോൾ കുറവാണ്, അതേപോലെ ഫുഡ് പ്രൊഡക്ഷൻ ഒരു താഴ്ചയിലേക്ക് പോവാണ്. അപ്പൊ അവിടെ ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു വലിയ തകർച്ചയിലേക്കായിരുന്നു അത് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന്റെ ലോങ് ടേം ഡിക്ലൈൻ എങ്ങനെയാണ് ഇറ്റലിന്റെ ഇതിലേക്ക് വരുന്നത്? ഒന്ന് ഫോറിൻ ട്രേഡിലായിരുന്നു ഇവര് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റലിന്റെ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ട്രേഡിലായിരുന്നു ഇവർ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഈ മറ്റ് നോർത്തേൺ യൂറോപ്പും മറ്റ് സ്ഥലങ്ങളുമായിട്ടുള്ള കോമ്പറ്റീഷൻ കൂടുമ്പോൾ ഇവർക്ക് വിക്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയാതെ, അതേപോലെ ഇവരുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷും ഡച്ചുകാരൊക്കെ ആയിട്ട് ഇവർക്ക് പിടിച്ചിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവരുടെ ഫോറിൻ ട്രേഡ് തകരുന്നതാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. രണ്ടാമത് പറഞ്ഞിട്ട് ഡിക്ലൈൻ 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്നുണ്ട്. 17-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ സമയമെടുത്ത ഒരു ഗ്രാജുവൽ പ്രോസസ് ആണ്, ഒരു പ്രൊലോങ്ഡ് ഡിക്ലൈൻ ആണ് ഇറ്റലിക്ക് ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത്. ഇനി നമ്മൾ 17th സെഞ്ചുറി ക്രൈസിസിന്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കുന്നതാണ്. അപ്പൊ അതിൽ ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഡെമോഗ്രാഫിക് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങൾ കാരണം, പ്ലാഗ് കാരണം, എപ്പിഡമിക്, ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ കാരണം പോപ്പുലേഷൻ കുറയാണ്. ഇതേ സമയം തന്നെ അർബൻ ഡിക്ലൈൻ ഉണ്ടാവുകയാണ്. അത് അർബൻ സെന്റേഴ്സ് എന്ത് ചെയ്യാണ്, റൂറൽ സെന്റേഴ്സിനെ അപേക്ഷിച്ച് കൂടുതൽ ഈ ക്രൈസിസിന് എഫക്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയാണ് കൂടുതലായിട്ടുള്ള ഒരു പോപ്പുലേഷൻ ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ദെൻ ഇവർ എക്കണോമിക് പവറിൽ ഉണ്ടായ ഒരു ഷിഫ്റ്റ് എങ്ങനെയാണ്? റൈസ് ഓഫ് നോർത്ത് വെസ്റ്റ് യൂറോപ്പ് ഒരു പുതിയ എക്കണോമിക് പവർ ആയിട്ട് ഉയർന്നു വരികയാണ്. അതായത് പ്രധാനപ്പെട്ട ഇപ്പൊ നോർത്ത് വെസ്റ്റ് യൂറോപ്പിന്റെ ഒരു റൈസിന് ഇത് കാരണമായി. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ദ എക്കണോമിക്കലി ആക്റ്റീവ് റീജിയൻ ഷിഫ്റ്റഡ് ടുവാർഡ് നോർത്ത് വെസ്റ്റേൺ യൂറോപ്പ്, എസ്പെഷ്യലി ദ നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഡ്യൂ ടു റിച്ച് ട്രാൻസ് അറ്റ്ലാന്റിക് ട്രേഡ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മെഡിറ്ററേനിയൻ സിറ്റീസ് ക്ഷയിച്ചു. അതേസമയം ആര് ഗ്രോ ചെയ്തു? അറ്റ്ലാന്റിക് സ്റ്റേറ്റ്സ് ഗ്രോ ചെയ്തു. അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ. ഇവര് ട്രേഡിലൂടെ വലിയ ലാഭം ഉണ്ടാക്കാൻ തുടങ്ങിയും ഇവര് പുതിയ പുതിയ ആക്ടിവിറ്റീസ് കൊണ്ടുവരികയും നോർത്ത് വെസ്റ്റേൺ യൂറോപ്പ്, അതായത് ഈ ഇംഗ്ലണ്ട്, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിൽ പുതിയ എക്കണോമിക് പവർ ആയിട്ട് വന്നു. അതേസമയം ഇറ്റലി, സ്പെയിനൊക്കെ തകരുകയും ചെയ്തു. ഇതാണ് 17th സെഞ്ചുറിയിൽ ഉണ്ടാകുന്ന ക്രൈസിസിന് ശേഷം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. പിന്നെ എന്താണ്? മൈഗ്രേഷൻ ഓഫ് ആർട്ടിസൻസ്, സ്കിൽഡ് ആയിട്ടുള്ള ആർട്ടിസൻസ്, കരകൗശല വിദഗ്ധർ എന്ത് ചെയ്യാണ്, ഫ്ലാൻഡേഴ്സ് ആൻഡ് ഫ്രഞ്ച് കൊണ്ട് മൈഗ്രേറ്റ് ചെയ്തു. ഇവരൊക്കെ ഇങ്ങോട്ടേക്ക് ഇംഗ്ലണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇംഗ്ലണ്ടിൽ ആ കാലത്ത് വലിയ രീതിയിൽ ഇൻഡസ്ട്രീസ് ഉണ്ടാവുകയാണ്. അപ്പൊ ഇനി അടുത്തത് പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. അതായത് കോട്ടേജ് ഇൻഡസ്ട്രി, അതായത് റൂറൽ കോട്ടേജ് ഇൻഡസ്ട്രികൾ ഇംഗ്ലണ്ടിൽ എന്താണ് പുതുതായിട്ട് എമർജ് ചെയ്യാണ്. ഇത് മേക്കിംഗ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പൊ ഇത് ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു ശൈശവ രൂപമായിട്ട് 17ാം നൂറ്റാണ്ടിൽ തുടങ്ങുകയാണ്. അപ്പോ ഇംഗ്ലണ്ടിൽ ചെറിയ ചെറിയ രീതിയിലുള്ള, ഇംഗ്ലണ്ടിലും നെതർലാൻഡ്സിലും ഒക്കെ സെൻട്രൽ യൂറോപ്പിൽ ചെറിയ രീതിയിലുള്ള കോട്ടേജ് ഇൻഡസ്ട്രികൾ തുടങ്ങുകയാണ്. അവർ അർബൻ ഗിൽഡുകളായിട്ടും അതുപോലെ മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ റൂറൽ ലേബറിനെക്കാട്ടിതായിട്ട് അർബൻ സെന്റേഴ്സ് ഗ്രോത്ത് ചെയ്യാണ്. അതേപോലുള്ള ഒരു സാധനമാണ് ടെക്സ്റ്റൈലുകളുടെ ഷിഫ്റ്റ്. അതെന്താണ്? merchant shifted to producing inexpensive drapers in rural areas to counter the falling price and the rising labor cost in urban centers. ഇവരെന്ത് ചെയ്തു? മെർച്ചൻസ്, വ്യാപാരികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇവർക്ക് ഈ അർബൻ സെന്റേഴ്സിലുള്ള ക്ലോത്തിന്റെ വിലയിടിവ് തടയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന പീരീഡും കൂടിയാണ് ഈ പീരീഡ്. ഇനി ഫ്യൂഡലിസത്തിന്റെ സ്ട്രെങ്തനിങ് എങ്ങനെയാണ് ഈ ഒരു ക്രൈസിസ് കാരണം ഉണ്ടാവുന്നത്? ഒന്ന് സെർഫ്ഡം. ഇവർക്ക് ഈ ക്രൈസിസ് എന്ത് ചെയ്തു? ഇങ്ങനെ എക്കണോമിക് ക്രൈസിസ് വീണ്ടും ഫ്യൂഡലിസം പോലൊരു സാധനം കൊണ്ടുവന്നു. അത് പ്രത്യേകിച്ച് ഈസ്റ്റേൺ യൂറോപ്പില്. അങ്ങനെ അത് എന്ത് ചെയ്തു? അവിടുത്തെ ബൂർഷാസികൾ എന്ന് പറയുന്ന മിഡിൽ മാനിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഫ്യൂഡൽ നൊബിലിറ്റികളെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. കാര്യം എക്കണോമിക് ക്രൈസിസ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജംഗർ ക്ലാസ് അവിടെ ഉയർന്നു വന്നു. ഇനി ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഡിസ്യൂണിറ്റി എങ്ങനെയാണ്? ബ്രേക്ക് ഡൗൺ ഓഫ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ആൻഡ് ഇന്നബിലിറ്റി ഓഫ് ദ ബൂർഷാസ് ടു ഓവർത്രോ ദ അരിസ്റ്റോക്രസി സ്ട്രെങ്തൻ ദ റൂറൽ നൊബിലിറ്റീസ് കൺട്രോൾ. അങ്ങനെ ഈ പൊളിറ്റിക്കൽ ഡിസ്യൂണിറ്റി, അതായത് പല രാജ്യങ്ങളും ബ്രേക്ക് ഡൗൺ ആയി, പല രാജ്യങ്ങളും പല രീതിയിൽ തകർന്നുപോയി. അപ്പോൾ ആ സമയത്ത് തന്നെ ബൂർഷാസികൾക്ക് അവിടുത്തെ അരിസ്റ്റോക്രസിനെ തകർക്കാനോ എടുത്തെറിയാനോ മാറ്റി നിർത്താനോ കഴിയാത്തത് കൊണ്ട് തന്നെ റൂറൽ നൊബിലിറ്റിന്റെ കൺട്രോൾ കൂടി കൂടി വന്നു. ഇതിന്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസും പിന്നെ ഇതിന് ഈ ഒരു ക്രൈസിസ് ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്നുള്ളത് ക്യാപിറ്റലിസം ആണ്. അപ്പൊ ഇതിന്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസ് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത് നോക്കാം. പൊളിറ്റിക്കൽ കോൺസിക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? ടാക്സേഷനും റിസോഴ്സിന്റെ സ്ട്രെയിനുമാണ്. എക്കണോമിക് ആയിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകളും ഡിസ്ട്രപ്ഷൻസും അതേപോലെ തന്നെയുള്ള മിലിറ്ററി കോൺഫ്ലിക്റ്റുകളും ഒരു ഹെവി ടാക്സ് ബേർഡൻ ഉണ്ടാവാൻ കാരണമായി. ഫ്രാൻസിൽ ടൈലെ എന്ന് പറഞ്ഞ സാധനം 6 മടങ്ങായിട്ട് ഉയർന്നു.
അതേപോലെ റോയൽ പവർ ഈ ക്രൈസിസ് എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു എക്കണോമിക് ക്രൈസിസ് വന്നപ്പോൾ തന്നെ റോയൽ പവർ ഫ്രാൻസിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും റോയൽ പവർ എന്ത് ചെയ്തു, സ്ട്രെങ്തൻ ആയി. അതായത് ഇംഗ്ലണ്ട് സോ ദ റൈസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആൻഡ് റെപ്രസെന്റേറ്റീവ് പാർലമെന്റ് ആഫ്റ്റർ ദ ഓവർത്രോ ഓഫ് ഫ്യൂഡൽ മൊണാർക്കി. അപ്പൊ ഇംഗ്ലണ്ടിൽ ഒരേ സമയം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഉണ്ടാവുമ്പോൾ ഫ്രാൻസ് പോലുള്ള സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന എന്താണ്, അവർ വീണ്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റോയൽ പവറിലേക്ക് മാറുകയാണ്. ഇനി ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ പുതിയ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതി ഉണ്ടായി വരികയാണ്. അപ്പൊ ഇംഗ്ലണ്ടും ഡച്ചും റിപ്പബ്ലിക്കുകളാകുന്നു. ദ ഇംഗ്ലീഷ് ബൂർഷായിസ് അലോങ് സൈഡ് ദ ഡച്ച് റിപ്പബ്ലിക് പേവ്ഡ് ദ വേ ഫോർ ദ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റലിസം ത്രൂ പൊളിറ്റിക്കൽ ചേഞ്ച് ആൻഡ് എക്കണോമിക് റീസ്ട്രക്ചറിങ്. അതായത് ഇംഗ്ലണ്ടും ഡച്ചുകാരും ഇംഗ്ലീഷ് ബൂർഷായസി അലോങ് സൈഡ് ദ ഡച്ച് റിപ്പബ്ലിക്. അപ്പോൾ ഇംഗ്ലീഷ് ബൂർഷായസി ഡച്ച് റിപ്പബ്ലിക്കിന് കൂടെ നിന്നുകൊണ്ട് തന്നെ ഒരു പുതിയ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ വ്യവസ്ഥ ഉണ്ടാവുന്നതിന് കാരണമാകുന്ന രീതിയിലേക്ക് ആയി. അതായത് പുതിയ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു. അതിന് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ് ഈ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ സാധനം അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ അതാണ് ഇനി നമുക്ക് വരുന്ന ചാപ്റ്ററിൽ പഠിക്കാനൊക്കെ ഉള്ളത്. അപ്പൊ ഇത് ഈ 17ാം സെഞ്ചുറിയിൽ 17th സെഞ്ചുറിയിൽ ഉണ്ടായ ക്രൈസിസ് ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട കോൺസിക്വൻസ് ഒന്ന് ഈ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ, ഇത് ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് ക്യാപിറ്റലിസ്റ്റിക്കുള്ള ചേഞ്ചിലേക്ക് വരികയാണ്, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പം താങ്ക് യു.